ഈ 2K കിഡ്സ് എന്ന് പറയുമ്പോൾ 24 വയസ്സായി കാണും. 210 കിഡ്സ് ആകുമ്പോൾ 14 വയസ്സായി കാണും. ഒരു 215, 25 കിഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 19 വയസ്സായി കാണും. ഞാൻ ഇവരെ ഈ മക്കളോടൊക്കെ പറയുന്നത്, നിങ്ങളെ പെൺകുട്ടികൾ, എനിക്കും പെൺകുട്ടികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അതെല്ലാം വച്ച് തന്നെയാണ്, ഭാര്യ പെണ്ണാണ്, അമ്മ സ്ത്രീയാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളായിട്ടുള്ള ഒരുപാട് ബന്ധുമിത്രാദികളുള്ള ആളുകളാണ് നമ്മളൊക്കെ അവർ. മാത്രമല്ല, പക്ഷേ ഈ പുതിയ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ ചതിയിലേക്കാണ് പോയി വീണുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചതിയിലേക്ക് വീഴുന്നത്? നിങ്ങളെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് പറയുന്നത്. എന്ത് സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, കേൾക്കാനുള്ളത്? നിങ്ങൾ പലപ്പോഴും ചോദിക്കും, ഞങ്ങൾക്കൊരു ക്രൈസ് തോന്നിയാൽ അത് ആൺകുട്ടികളോട്. ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ എന്നോട് ചോദിക്കും, സാർ ആൺകുട്ടികൾക്ക് ഒരു ക്രൈസ് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ക്രൈസ് തോന്നിയാൽ കുഴപ്പമില്ല, നിങ്ങൾക്കൊരു പിന്നെ ഇടപഴകുന്നതിൽ കുഴപ്പമില്ല, ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. പെൺകുട്ടികൾ, നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചതിയുടെയും വഞ്ചനയുടെയും ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എത്രയോ ഉയരങ്ങളിലേക്ക് പോകേണ്ട, നാളത്തെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ എത്രയോ ഉയരങ്ങളിലേക്ക് പോകേണ്ടുന്ന ഒരു നേതാവ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാവ്, കിടക്കുന്ന കിടപ്പ് കണ്ടോ, അല്ലെങ്കിൽ ഓടുന്ന ഓട്ടം കണ്ടോ? അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം ഓടുകയാണ്. എന്തിന്റെ പേരിൽ? സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അവിഹിത കഥകളുടെ പേരിൽ. അതുപോലെ 100 കണക്കിന് കേസാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരാളെ അയച്ചു തന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ചാടിപ്പോകുന്ന കഥ, ഓടിപ്പോകുന്ന കഥ. ഞാൻ കുട്ടനാട് വഴി ഒരു ക്ലാസ് എടുക്കാൻ അവിടെ പോയിട്ട്, അപ്പോൾ എനിക്ക് കാറിലാണ് ഞാൻ എന്നെ അവരവിടെ കൊണ്ടുപോയത് ഗസ്റ്റ് എന്നുള്ള നിലയിൽ. തിരിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടനാട് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാനൊരു ബൈക്കിൽ കയറിയിട്ടാണ് ഞാൻ കുട്ടനാട് കാണാനായിട്ട് ഒന്നുകൂടി അതുകൂടി കണ്ട് ടൗണിൽ ഇറങ്ങുക എന്നുള്ള നിലയിൽ അതുവഴി സഞ്ചരിച്ചത്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അവിടെ സംഘാടകരുടെ ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പുറകിൽ ഇരുന്നപ്പം അവിടെ പോലീസ് സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചില്ല. ഇനിയിപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞ് പോലീസ് പിടിക്കേണ്ട കാര്യം, അവിടെ ക്യാമറയൊന്നും ഇല്ലായിരുന്നു, വെച്ചില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയഭേദകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കേസ്, 2 ബൈക്കിൽ 2 ചെറുപ്പക്കാർ അവിടെ വരുന്നു. കുറച്ച് ദൂരമായിട്ട് കാണാം, ഞങ്ങളുടെ കണ്ണിന് കുറച്ച് ദൂരമാണ്. അവിടെ അപ്പം 2 പെൺകുട്ടികൾ അവിടെ വന്ന് ബൈക്കിൽ ഇറങ്ങുന്നു. ആ പെൺകുട്ടികൾ യൂണിഫോം അഴിച്ച് പിന്നെ ഏതിൽ വെക്കുന്നു? ബാഗിൽ വെക്കുന്നു. എന്നിട്ട് യൂണിഫോം അഴിച്ചു വെച്ചതിന് ശേഷം അവർ ബാഗിൽ നിന്നെടുത്ത് വേറൊരു തുണി, വേറെ 2 ഡ്രസ്സ് ഇടുന്നു. ഇട്ടതിന് ശേഷം ആ ബൈക്കിൽ കയറി പോകുന്നു. ഇവരെവിടേക്കാണ് പോകുന്നത്? എന്തിനാണ് അവർ ഡ്രസ്സ് മാറി അങ്ങനെ മറ്റ് ഡ്രസ്സ് ഉപയോഗിച്ച് പോയത്? എവിടേക്കാണ് ഈ പെൺകുട്ടികൾ പോകുന്നത്? ആ പെൺകുട്ടികളോട് തന്നെ ചോദിക്കാൻ, പെൺകുട്ടികളുടെ വീട്ടുകാരോടും ഒക്കെ കൂടിയാണ് ചോദിക്കുന്നത്. സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് വേണം, തീർച്ചയായും സ്വാതന്ത്ര്യം. പക്ഷെ നമ്മുടെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടല്ലോ. നമ്മൾ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒക്കെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ട്രാപ്പ്, ഇത് വരാതെ നോക്കാൻ നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നമാണുള്ളത്. കാരണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തട്ടിപ്പിൻ്റെയും ഗാങ് റേപ്പിൻ്റെയും പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. എല്ലാം ട്രാപ്പിൻ്റെ കാലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അടുത്തിരുന്നാലെന്ത്, തൊട്ടാലെന്ത്, മടിയിലിരുന്നാലെന്ത്, കയ്യിൽ പിടിച്ചാലെന്ത് എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇനി 2 പേര് 18 വയസ്സായ 2 പേരും തമ്മിൽ മുതിർന്നിട്ടുള്ള നിലയിൽ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി റിസോർട്ടിൽ പോയി താമസിച്ചാലും ഒന്നുമില്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലേ ഉള്ളൂ, നാട്ടുകാർക്ക് എന്താണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ലല്ലോ ജീവിതം. ജീവിതം കുറച്ചുകൂടി പക്വതയും മെച്ചത്തോടുകൂടി ഇൻറ്റഗ്രിറ്റിയോടുകൂടി കൊണ്ടുപോകേണ്ടതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അതിർവരമ്പുണ്ട്, ഒരു ബെഞ്ച് മാർക്കുണ്ട്. അതിനപ്പുറമുള്ള ഫ്രീഡം ആർക്കും ആരോടും എടുക്കേണ്ട കാര്യമില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ കൃത്യമായിട്ടുള്ള മിങ്കിൾ ചെയ്യാം, ഇടപഴകാം, കൂടെ ഇരിക്കാം, ചായ കുടിക്കാം, സിനിമയ്ക്ക് പോകാം, ഭക്ഷണം പങ്കുവച്ച് കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അപ്പോഴും ഒരു സ്വയം വരച്ചിരിക്കുന്ന ഒരു പത്മവ്യൂഹത്തിനകത്ത് നിന്നുകൊണ്ട് അല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മക്കളെ, നിങ്ങൾ ഒരുപാട് ട്രാപ്പിലാണ് ചെന്ന് വീഴുന്നത്. ഈ ട്രാപ്പുകളിൽ ചെന്ന് വീണ് മതം മാറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അതുണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയൊന്നും നമ്മൾ നടത്തിയാൽ എങ്ങും എത്തൂല. പക്ഷെ പ്രശ്നം എന്താണ്? വ്യാപകമായി മതം മാറുന്നതും മതം മാറ്റുന്നതും രണ്ടാണ്. മതം മാറിക്കോളൂ. ഒരാൾ ഒരു മതത്തിൽ ഇഷ്ടമല്ല, ഒരാൾ ഒരു സ്നേഹിച്ചു വേറെ കല്യാണം കഴിച്ചു, ചെന്നു ആ മതത്തിലേക്ക്, അതെല്ലാം ഓരോരുത്തരുടെ സ്വകാര്യ ഇഷ്ടം. മതം മാറ്റുന്നത് വേറൊരു വലിയ വിഷയമാണ്. നിർബന്ധിച്ച് മതം മാറ്റുന്നതും വലിയ വിഷയമാണ്. അതുകൊണ്ട് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. കുട്ടികൾ കല്യാണമൊക്കെ കഴിച്ച് മുതിർന്നവരാകുമ്പോൾ അവർ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യവും അവരുടെ വിൻസ് ആൻഡ് ഫാൻസ് അനുസരിച്ച് അവർ ജീവിക്കട്ടെ. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിവാഹം കഴിച്ചാൽ വീണ്ടും ഒരു ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, പരസ്പരം നോക്കാനും ഒക്കെ. അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ആദിയാണ് ഉണ്ടാവുക, സങ്കടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരാളൊരു വീഡിയോ അയച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ട്രാപ്പ് ചെയ്ത് അവസാനം ആ കുട്ടി നിസ്സഹായമായിട്ട് കരയുകയാണ്. കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെയുള്ള 100 കണക്കിന് സംഭവങ്ങളും ആത്മഹത്യകളും ഒക്കെയാണ് വനിതാ കമ്മീഷനിലും ഒക്കെ എത്രയോ കേസാണ് വരുന്നത് അതിൻ്റെ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് ദയവായി പെൺമക്കളെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലോകത്തല്ല നിങ്ങൾ താമസിക്കുന്നത്. ആണധികാരത്തിൻ്റെയും
പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാമവ്രയുടെയും ലോകമാണിത്. അവിടെ നിങ്ങൾ തോറ്റു പോകും. അത് അതിജീവിതമാരെ കാണുമ്പോൾ നിങ്ങൾ കാണുക, അതിജീവിതമാർ തോറ്റു പോവുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്താം. അങ്ങനെ അതിജീവിതമാർ വെയിലേറ്റുകൊണ്ട് വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു അതിജീവിത പിന്നെ സൂര്യനെല്ലിയിലെ ആയാലും പിന്നെ അതുപോലെ കിളിരൂർ കേസിലെ ആയാലും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ദിലീപിന്റെ കേസിലായാലും അതിജീവിതമാർ വെയിലും മഴയും ഏറ്റ് നിൽക്കുമ്പോൾ സമൂഹം നിശബ്ദമാണ്. അതാണ് ഏറ്റവും പ്രധാനം. വനിതാ സംഘടനകൾ പോലും, അല്ലെങ്കിൽ മുട്ടിന് കിടന്ന് ബഹളം കാണിക്കുന്ന നവോത്ഥാന വനിതാ സംഘടനകൾ പോലും നിശബ്ദമാണ്. കാരണം അവർക്കും പറയാൻ ഒരുപാട് കഥകളും കെട്ടുകഥകളും കള്ളക്കഥകളും അവസർപ്പക കഥകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കുള്ളതാണ്. അത് ഒരു കാളിനും പ്രാപിക്കാനും പണയപ്പെടുത്താനും നിങ്ങൾ കൊടുക്കരുത്. സൗഹൃദങ്ങളായിക്കോളൂ, സന്തോഷം പങ്കുവച്ചോളൂ, ആനന്ദം പങ്കുവച്ചോളൂ. പക്ഷെ അതിനപ്പുറമുള്ള ചതിയുടെയും വഞ്ചനയുടെയും ട്രാപ്പിൻ്റെയുമാണ് ആണധികാരത്തിൻ്റെതാണ് ഈ ലോകം. അത് പണത്തിൻ്റെതാണ്, അധികാരത്തിൻ്റെതാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ അവസാനിപ്പിക്കാം. ചീഫ് സെക്രട്ടറി വരെ, സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി വരെ, ചീഫ് സെക്രട്ടറിമാർ വരെ ഇതുപോലത്തെ കേസുകളിൽ എത്രയെത്ര അണിയറ അടുക്കള കഥകളാണ്, അരമന രഹസ്യമാണ് അങ്ങാടിയിൽ പാട്ടായി നമ്മൾ കേൾക്കുന്നത്.